നമസ്കാരം, ഞാൻ ഷംസുദ്ദീൻ കുന്നത്ത്. ചില ആളുകളെ കുറിച്ച് നമ്മൾ പറയാറുണ്ട്, അവൻ സംസാരിച്ച ആളെ മയക്കുന്ന ആളാണ്, അവൻ്റെ നാവിൽ മധുരം പുരട്ടിയ ആളാണ് എന്നൊക്കെ. ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്കും അതുപോലെ ആളുകളെ സംസാരിച്ച് നമ്മുടെ പരിധിയിലേക്ക് കൊണ്ടുവരാൻ കഴിയും. നമ്മുടെ മനസ്സിലുള്ള കാര്യത്തിലേക്ക് മറ്റുള്ളവരെ കൊണ്ടുവരാൻ കഴിയും. അതിനെ സഹായിക്കുന്ന ചെറിയ ചില കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നാം ഡിസ്കസ് ചെയ്യുന്നത്. ആളുകളുമായി സംസാരിക്കുമ്പോൾ അവരെ അട്രാക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി നാം എപ്പോഴും എല്ലാ വീഡിയോയിലും പറയുന്ന ഒന്നാണ് സ്മൈൽ എന്നത്. സ്മൈൽ എന്നത്, പുഞ്ചിരി എന്നത് പല രീതിയിലുണ്ട്. ആത്മാർത്ഥതയില്ലാതെ നമുക്ക് ചിരി അഭിനയിക്കാം. അതോടൊപ്പം ജെനുവിനായിട്ട് ആത്മാർത്ഥതയോടുകൂടി ഒരാളുടെ മുഖത്ത് നോക്കി നമുക്ക് പുഞ്ചിരിക്കാൻ കഴിയും. എന്നാൽ ആരോടാണോ നാം ചിരിക്കുന്നത് അവർക്കും ബോധ്യമാകണം, അവരുടെ മനസ്സിലും തോന്നണം ഇവൻ ചിരിക്കുന്നത് ആത്മാർത്ഥമായിട്ടാണ് എന്ന്. അതിനുള്ള ഒരു ടെക്നിക്കാണ് നമ്മൾ ആദ്യമായി പറയുന്നത്, ദ ഫ്ലോട്ടിംഗ് സ്മൈൽ ടെക്നിക്ക്. അതായത് നമ്മൾ ഒരാളെ ആദ്യം കാണുമ്പോൾ തന്നെ ചിരിച്ചുകൊണ്ട് ചെല്ലുന്നതിന് പകരം ഒരു 1-2 സെക്കൻഡ് സമയം അദ്ദേഹത്തെ തന്നെ വീക്ഷിക്കുകയും അദ്ദേഹത്തിൻ്റെ മുഖത്തേക്കും കണ്ണുകളിലേക്കും ഒക്കെ നോക്കിയതിന് ശേഷം ഒരു 2 സെക്കൻഡിന് ശേഷം നമുക്ക് പതുക്കെ മനോഹരമായ രീതിയിൽ അദ്ദേഹത്തെ നോക്കി ഒന്ന് പുഞ്ചിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സ് പറയും, അല്ല എങ്കിൽ ആ വ്യക്തിയുടെ മനസ്സ് പറയും, ആ വ്യക്തി മനസ്സിലാക്കും ഇത് ആത്മാർത്ഥമായിട്ട് എന്നെ തന്നെ നോക്കിക്കൊണ്ടുള്ള, എന്നോട് മാത്രമുള്ള പുഞ്ചിരിയാണ് എന്ന്. അതിനായി നമ്മൾ ആളുകളെ കണ്ടുമുട്ടുന്ന സമയത്ത് അവരെ ഒന്ന് വീക്ഷിക്കുകയും അവരുടെ ബോഡി ലാംഗ്വേജും അവരുടെ രീതിയും അവരുടെ മുഖവും അവരുടെ കണ്ണുകളിലേക്കൊന്ന് നോക്കുകയും അത് കഴിഞ്ഞതിന് ശേഷം ആ 2 സെക്കൻഡ് കഴിയുന്നതോട് കൂടിയിട്ട് നമുക്ക് അവരെ നോക്കി മനോഹരമായിട്ട് ഒന്ന് പുഞ്ചിരിക്കാം. അങ്ങനെ പിന്നീട് നമുക്ക് അവരുമായി സംസാരിക്കുമ്പോൾ ചിരിച്ചുകൊണ്ട് വളരെ പ്രസന്ന ഭാവത്തോടു കൂടി പോസിറ്റീവായി മുഖത്ത് ഒരു പുഞ്ചിരി വിടർത്തിക്കൊണ്ട് നമുക്ക് അവരോട് സംസാരിക്കാം. ആ സംസാരം ഒരു വളരെ രസകരമായി അവർക്ക് ഫീൽ ചെയ്യുകയും അവരോട് ഏറ്റവും അടുത്ത ഒരാൾ സംസാരിക്കുന്ന രീതിയിൽ അവർക്കത് തോന്നുകയും ചെയ്യും. നമ്മൾ ഈ ടെക്നിക്ക് നമ്മുടെ സംസാരത്തിലും ആളുകളുമായി സംവദിക്കുമ്പോഴും ഒക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തി പരീക്ഷിച്ച് നോക്കുക. മാറ്റം അത്ഭുതമായിരിക്കും. രണ്ടാമത്തെ ടെക്നിക്ക് നാം പറയുന്നത് സ്റ്റിക്കി ഐസ് ആണ്. അതായത് നമ്മൾ നോട്ടം പതറാതെ നമ്മൾ അവരെ തന്നെ നോക്കിക്കൊണ്ട് അവരുടെ കണ്ണുകളിലേക്ക്, അവരുടെ ഈ കണ്ണിൻ്റെ ഈ ഭാഗത്ത് അങ്ങനെ നോക്കിക്കൊണ്ട് ശ്രദ്ധിച്ചുകൊണ്ട് അവർ പറയുന്നത് കേൾക്കുകയും അല്ലെങ്കിൽ അവരോട് സംസാരിക്കുന്നത് അങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ട് അവരുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് തന്നെ നാം സംസാരിക്കുകയും അവർ പറയുന്നതിന് അങ്ങനെ തന്നെ നമ്മൾ കേൾക്കുകയും ഒക്കെ ചെയ്യുക. നമ്മുടെ മുഖഭാവം കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അവർ നമ്മുടെ സംസാരത്തെ ഇഷ്ടപ്പെടുന്നുണ്ടോ അതോ അവർക്കത് അരോചകരമായി തോന്നുന്നുണ്ടോ എന്നൊക്കെ അവരുടെ കണ്ണുകൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കും. അവരുടെ ശ്രദ്ധ മാറാതെ നമ്മളിലേക്ക് തന്നെ അവരുടെ ശ്രദ്ധയെ പിടിച്ചു വെക്കാൻ നാം ഈ കണ്ണുകളിലേക്കും ഈ മുഖത്തേക്കും ഒക്കെ നോക്കിക്കൊണ്ട് സംസാരിക്കുന്നത് നമ്മെ സഹായിക്കും. അതുകൊണ്ട് ഇനി ആളുകളുമായി നമ്മൾ സംസാരിക്കുമ്പോൾ ആദ്യഘട്ടത്തിൽ തന്നെ ചിരിച്ചുകൊണ്ട് അപ്രോച്ച് ചെയ്യുന്നതിന് പകരം അവരുടെ കണ്ണുകളിലേക്കും മുഖത്തേക്കും ഒക്കെ നോക്കി ആ 2 സെക്കൻഡിന് ശേഷം നമ്മളൊരു മനോഹരമായി പുഞ്ചിരിച്ചുകൊണ്ട് സംസാരിച്ച് അവരുടെ കണ്ണുകളിലേക്ക് തന്നെ നോക്കിക്കൊണ്ട് സംസാരിക്കുക. ഇത് നമ്മുടെ സംസാരത്തെ അവർക്ക് കൃത്യമായി നാം പറയുന്ന ആശയത്തെ അവർ സ്വീകരിക്കാനും അവരുടെ ശ്രദ്ധ നമ്മളിലേക്ക് തന്നെ ആകർഷിക്കാനും കഴിയും. മൂന്നാമത്തെ ടെക്നിക്ക് ഹലോ ഓൾഡ് ഫ്രണ്ട്. നമ്മൾ പുതിയ ഒരാളെ പരിചയപ്പെട്ട് അവരോട് സംസാരിക്കുമ്പോഴും ഇദ്ദേഹം ഒരു അന്യനാണ് എന്ന മനസ്സോട് കൂടിയിട്ട് നമ്മൾ സംസാരിക്കുന്നതിന് പകരം ഇദ്ദേഹത്തെ എനിക്ക് വർഷങ്ങളായി പരിചയമുണ്ട് എന്ന് ഇമാജിൻ ചെയ്തുകൊണ്ട് എങ്ങനെയാണോ നമ്മൾ നമ്മുടെ ഒരു പഴയകാല സുഹൃത്തിനെ, ഒരുപാട് കാലം പരിചയമുള്ള ഒരാളെ നമ്മൾ എങ്ങനെയാണോ ആളോട് പെരുമാറുന്നത് എന്ന രീതിയിലായിരിക്കണം നാം സംസാരിക്കേണ്ടത്. നമുക്ക് സ്വാഭാവികമായിട്ട് പുതിയ ഒരാളാവുമ്പോൾ 1-2 ചോദ്യങ്ങൾ നാം ചോദിക്കുകയോ അല്ലെങ്കിൽ അദ്ദേഹം ചോദിച്ചതിന് മറുപടി പറയുകയോ ആണ്. നമുക്ക് കൂടുതൽ കാര്യങ്ങളൊന്നും സംസാരിക്കാനോ ഒന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. പക്ഷേ നാം വിഷയങ്ങളെ കണ്ടെത്തുകയും അദ്ദേഹത്തെക്കുറിച്ചുള്ള വിഷയങ്ങൾ നാം കണ്ടെത്തുകയും അദ്ദേഹത്തിൻ്റെ താല്പര്യങ്ങളെ നാം തിരിച്ചറിയുകയും അത് വെച്ചുകൊണ്ട് നമ്മൾ ഒരുപാട് കാലം പരിചയമുള്ള ആളുകളോട് എങ്ങനെയാണോ പെരുമാറുന്നത് ആ രീതിയിൽ തന്നെ നമ്മൾ അവരോട് സംസാരിക്കുക. അങ്ങനെ സംസാരിക്കുമ്പോൾ നമുക്ക്
സ്വാഭാവികമായിട്ടും ആ ഒരു പുതിയ ആളോട് സംസാരിക്കുന്ന ഒരു ചമ്മലും ഒരു പുതിയ ആളോട് സംസാരിക്കുന്ന ഒരു ഉൾഭയവും ഒക്കെ നമുക്ക് മാറിക്കിട്ടും എന്നതിനപ്പുറത്ത് അപ്പുറത്തുള്ള ആൾക്കും നമ്മളോട് കൂടുതൽ അടുക്കാനും എവിടെയോ ഒരു പരിചയമുള്ളതുപോലെ, ഒരു ആത്മബന്ധമുള്ളതുപോലെ, ഒരു മുജ്ജന്മ ബന്ധമുള്ളതുപോലെ അദ്ദേഹത്തിനും തോന്നും. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ തമ്മിലുള്ള ആ ആത്മബന്ധം എത്രയും പെട്ടെന്ന് ദൃഢമാകാനുള്ള ഒരു സാധ്യതയുണ്ട്. ഈ വീഡിയോയിൽ നമ്മൾ പറയുന്ന 4ാമത്തെ ടെക്നിക്ക് എന്നത് ലിമിറ്റ് യുവർ ഫിഡ്ജറ്റിംഗ്. നമ്മുടെ അനാവശ്യമായിട്ടുള്ള ചലനങ്ങൾ ഒക്കെ നമ്മൾ നിയന്ത്രിക്കുക. നമ്മളൊരാളോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം വെറുതെ ഇങ്ങനെ ചൊറിയുകയും അല്ലായെങ്കിൽ മുഖത്തിങ്ങനെ കൈ കൊണ്ട് ആംഗ്യം കാണിച്ചുകൊണ്ട് മുഖത്ത് തൊട്ടുകൊണ്ടൊക്കെ സംസാരിക്കുമ്പോൾ നമുക്കെന്തോ ആ സംസാരത്തിൽ നാം പറയുന്ന വിഷയത്തിൽ അദ്ദേഹത്തിന് ഒരു മടുപ്പുണ്ട്, അദ്ദേഹത്തിന് അത് ഇഷ്ടപ്പെടുന്നില്ല, അദ്ദേഹം അത് ശ്രദ്ധിക്കുന്നില്ല എന്നൊരു ഫീല് നമുക്ക് തോന്നും. അതുപോലെ തന്നെയാണ് വേറൊരാൾ നമ്മളോട് സംസാരിക്കുമ്പോഴും നമ്മൾ അങ്ങോട്ട് സംസാരിക്കുമ്പോഴും അനാവശ്യമായി മുഖത്ത് തൊട്ടുകൊണ്ടോ അനാവശ്യമായ ചൊറിച്ചിലുകളും നമ്മൾ ചില ആളുകൾ സംസാരിക്കാറില്ലേ എന്നതുപോലെയൊക്കെ ആ ചൊറിച്ചിലുകളും ആ മുഖത്തുള്ള ടച്ചും ഒക്കെ മാറ്റിക്കൊണ്ട് ഒരു പ്രത്യേക പോസ്റ്ററിൽ നിന്നുകൊണ്ട് നാം സ്ട്രെയിറ്റ് ആയിക്കൊണ്ട് ആ കാര്യങ്ങൾ അവതരിപ്പിക്കുകയും നമുക്ക് ആവശ്യമുള്ള സമയത്ത് മാത്രം നമ്മുടെ കൈകളും നമ്മുടെ ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളും ചലിപ്പിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. അത് നമുക്ക് സ്വാഭാവികമായിട്ടും നമ്മളുടെ ഒരു ജെന്യൂനിറ്റി, നമ്മൾ അദ്ദേഹത്തെ ശ്രദ്ധിക്കുന്നു, നമ്മൾ വളരെ സീരിയസ് ആയിട്ടാണ് അദ്ദേഹത്തെ കാണുന്നത്, വളരെ താല്പര്യത്തോടു കൂടിയാണ് നാം അദ്ദേഹത്തോട് സംസാരിക്കുന്നത് എന്ന ഒരു മൈൻഡിലേക്ക് അദ്ദേഹത്തിൻ്റെ സബ് കോൺഷ്യസ് മൈൻഡ് എത്തുകയും നമ്മളുമായിട്ടുള്ള ബന്ധം കൂടുതൽ ദൃഢമാകുകയും നമ്മുടെ കമ്മ്യൂണിക്കേഷൻ വളരെ എഫക്റ്റീവ് ആകുകയും ചെയ്യും. 5ാമത്തെ കാര്യം നെവർ ദ നാക്കഡ് സിറ്റി ടെക്നിക്. അതായത് ഒരാൾ നമ്മളോട്, ഒരു അപരിചിതൻ നമ്മളോട് നമ്മളെക്കുറിച്ച് ചോദിക്കുകയാണ്. നമ്മുടെ ഉദാഹരണത്തിന് നമ്മൾ ജോലി ചെയ്യുന്ന ഒരു സ്ഥലത്തെക്കുറിച്ച്, എവിടെയാണ് ജോലി ചെയ്യുന്നത്, അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് ഡയറക്റ്റ് ആയിട്ട് ഞാൻ ഇന്ന സ്ഥാപനത്തിലാണ് ജോലി ചെയ്യുന്നത് എന്ന് പറയുന്നതിന് പകരം ആ സ്ഥാപനത്തിന്റെ നന്മകളെ കുറിച്ച് ഒരു 1-2 വാക്കിൽ, അല്ലാതെ വെറുതെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് അദ്ദേഹത്തെ മുഷിപ്പിക്കുക എന്നല്ല. ഉദാഹരണത്തിന് ഞാൻ ഇന്ന സ്ഥാപനത്തിലാണ് ജോലി ചെയ്യുന്നത്, അവിടെ ഇന്ന കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ആ സ്ഥാപനം ഇന്ന രീതിയിലാണ് പ്രവർത്തിക്കുന്നത്, ഇന്ന ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത്, അങ്ങനെ ഒരു 3-4 കാര്യങ്ങൾ അദ്ദേഹത്തിന് വീണ്ടും നമ്മളെക്കുറിച്ച് ചോദിക്കാനും അല്ല എങ്കിൽ നമ്മുടെ സ്ഥാപനത്തെക്കുറിച്ച് ചോദിക്കാനും നമ്മുടെ വിഷയത്തെക്കുറിച്ച് ജോലിയെക്കുറിച്ചൊക്കെ ചോദിക്കാനുമൊക്കെ സാഹചര്യങ്ങൾ ഒരുക്കിക്കൊണ്ട് 1-2-3 കാര്യങ്ങളിൽ ഒറ്റ വാക്കിൽ യെസ് ഓർ നോ ഉത്തരം പറയുന്നതിന് പകരം നമ്മളെക്കുറിച്ച് ഒരാൾ സംസാരിക്കുമ്പോൾ, നമ്മളോട് ഒരു കാര്യം ചോദിക്കുമ്പോൾ, നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമായി നമ്മൾ കുറച്ച് വിശാലമായി, അതിനർത്ഥം ഒരുപാട് സംസാരിക്കുക എന്നതിനപ്പുറത്ത് ഒരു 3-4 വാക്കുകളെങ്കിലും കൃത്യമായി അദ്ദേഹത്തോട് പറയുക. അതിലൂടെ കുറച്ചുകൂടി ബോണ്ടിങ് സൃഷ്ടിക്കപ്പെടുകയും അദ്ദേഹത്തിന് നമ്മളെക്കുറിച്ച് ചോദിക്കാനും തിരിച്ചങ്ങോട്ട് ചോദിക്കാനും ഒക്കെയുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും. 6ാമത്തെ ടെക്നിക്ക് നാം പറയുന്നത് ഹാൻഡ്സ് ഓർ സീൻസ്. നമ്മൾ ആരോടാണോ സംസാരിക്കുന്നത് ആ വ്യക്തിയെ കൃത്യമായി ഒബ്സർവ് ചെയ്യുക. അങ്ങനെ ഒബ്സർവ് ചെയ്യുമ്പോൾ നാം നേരത്തെ സൂചിപ്പിച്ചതുപോലെ നാം പറയുന്ന വിഷയത്തിൽ അദ്ദേഹം ഇൻട്രസ്റ്റ് ആണോ, നാം പറയുന്നത് അദ്ദേഹത്തിന് മനസ്സിലാകുന്നുണ്ടോ, അല്ല എങ്കിൽ അദ്ദേഹം താല്പര്യത്തോടു കൂടി തന്നെയാണ് ഇത് കേൾക്കുന്നത്, അദ്ദേഹം വെറുതെ ഒരു താല്പര്യവുമില്ലാതെ സഹിച്ചു നിൽക്കുകയാണോ എന്നൊക്കെ അദ്ദേഹത്തെ ഒബ്സർവ് ചെയ്യുമ്പോൾ, അദ്ദേഹത്തെ നാം നിരീക്ഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കും. അദ്ദേഹത്തിൻ്റെ ശാരീരിക ഭാഷയിൽ നിന്നും അദ്ദേഹത്തിൻ്റെ ശ്രദ്ധകളിൽ നിന്നും മുഖത്തു നിന്നും മുഖഭാവങ്ങളിൽ നിന്നുമൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ നാം മനസ്സിലാക്കുമ്പോൾ അദ്ദേഹത്തിന് താല്പര്യമില്ലാത്തൊരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത് എങ്കിൽ നമുക്ക് നാം പറയുന്ന വിഷയത്തെയോ അല്ല എങ്കിൽ നാം പറയുന്ന ശൈലിയെയോ അല്ല നമ്മുടെ മറ്റു കാര്യങ്ങളെയൊക്കെ മാറ്റിപ്പിടിച്ച് റൂട്ട് മാറ്റിപ്പിടിക്കുക നമ്മൾ പറയാറില്ലേ, എന്നതുപോലെ അതിൻ്റെ റൂട്ട് മാറ്റി അദ്ദേഹത്തെ വീണ്ടും നമ്മുടെ സംസാരത്തിലേക്കും നമ്മുടെ കാര്യത്തിലേക്കുമൊക്കെ തിരിച്ചു കൊണ്ടുവരാൻ നമുക്ക് കഴിയും. അതുകൊണ്ട് നാം ആരോടാണോ സംസാരിക്കുന്നത് അവരെ കൃത്യമായി ഒബ്സർവ് ചെയ്തുകൊണ്ടായിരിക്കണം നാം സംസാരിക്കേണ്ടത്. വളരെ ചുരുങ്ങിയ കാര്യങ്ങളാണ് നാം ഈ പറഞ്ഞത്. ഇത് നമ്മുടെ ജീവിതത്തിൽ പകർത്തി നോക്കുക.
സംസാരം മനോഹരമാകുന്നതും എഫക്റ്റീവ് ആകുന്നതും അട്രാക്റ്റീവ് ആകുന്നതും നമ്മുടെ ഫ്രണ്ട് സർക്കിൾ കൂടുന്നതും നമ്മളെ ഇഷ്ടപ്പെടുന്ന ആളുകൾ കൂടുന്നതുമൊക്കെ നമുക്ക് ഫീൽ ചെയ്യാൻ കഴിയും. അതുകൊണ്ട് മനസ്സിലാക്കുക, ഒരാളെ കാണുമ്പോൾ നേരിട്ട് ചിരിച്ചുകൊണ്ട് അപ്രോച്ച് ചെയ്യുന്നതിന് പകരം അദ്ദേഹത്തെ ഒന്ന് ഒബ്സർവ് ചെയ്ത് 1-2 സെക്കൻഡിൽ അദ്ദേഹത്തെ ഒബ്സർവ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കി കണ്ണുകളെ നോക്കി മനോഹരമായി ചിരിച്ചുകൊണ്ടും ഐ കോണ്ടാക്ട് കൃത്യമായി കീപ്പ് ചെയ്തുകൊണ്ടും അദ്ദേഹത്തിൻ്റെ മുഖത്തിലേക്കും കണ്ണിലേക്കും തന്നെ നോക്കിക്കൊണ്ടും പുതിയ ഒരാളാണ്, അപരിചിതനാണ് എങ്കിൽ പോലും നമുക്കൊരുപാട് കാലം പരിചയമുള്ള ആളുകളുമായി സംസാരിക്കുന്ന രീതിയിൽ നാം സംസാരിക്കുമ്പോൾ അപരിചിതനായ അപ്പുറത്തുള്ള ആൾക്ക് പോലും നമ്മളെ എവിടെയോ കണ്ടിട്ടുണ്ട്, നമ്മൾ മുൻപരിചയമുണ്ട് എന്ന രീതിയിൽ നമ്മളോട് കൂടുതൽ സംസാരിക്കാനുള്ള ഒരു മൂഡിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുവരാൻ നമുക്ക് കഴിയും. 4-മതായി, അനാവശ്യമായിട്ടുള്ള നമ്മുടെ ആംഗ്യങ്ങളും നമ്മുടെ ചലനങ്ങളും ഒക്കെ നിയന്ത്രിച്ചുകൊണ്ട് മുഖത്തെവിടെയും തൊടാതെയും അനാവശ്യമായിട്ടുള്ള ചൊറിച്ചിലുകളും ഒന്നുമില്ലാതെ ഒരു പ്രത്യേക രീതിയിൽ തന്നെ നാം എങ്ങനെയാണോ നിൽക്കുന്നത് അത് സ്ട്രെയിറ്റ് ആയിട്ട് നിന്നുകൊണ്ട് അദ്ദേഹത്തോട് കാര്യങ്ങൾ പറയുക. അങ്ങനെ തന്നെ നിന്നുകൊണ്ട് നാം ആളുകളുമായി സംസാരിക്കുക. ആരെങ്കിലും നമ്മളോട് എന്തെങ്കിലും ഒരു കാര്യം ചോദിച്ചാൽ ഒറ്റ വാക്കിൽ ഉത്തരം പറയുന്നതിന് പകരം ഒരു 3-4 വാക്കുകളിലെങ്കിലും നമ്മൾ ആ വിഷയവുമായി സംബന്ധിച്ച കാര്യങ്ങൾ അവരുമായി സംവദിക്കുക. 6-മതായി, നാം സംസാരിച്ച് നമ്മുടെ വശത്തേക്ക് മാറ്റാൻ ശ്രമിക്കുന്ന ആളെ കൃത്യമായി ഒബ്സർവ് ചെയ്യുകയും എന്തെങ്കിലും പാളിച്ചകൾ, എന്തെങ്കിലും മാറ്റങ്ങൾ, ഭാവങ്ങൾ അദ്ദേഹത്തിന് അരോചകരമായ രീതികളുണ്ട് എങ്കിൽ നമ്മുടെ സംസാരത്തെയോ സംസാരത്തിൻ്റെ ശൈലിയെയോ സംസാരിക്കുന്ന രീതിയെയോ വിഷയത്തെയോ ഒക്കെ മാറ്റാൻ കഴിയുന്ന രീതിയിൽ നല്ലവണ്ണം അദ്ദേഹത്തെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുക. ഇങ്ങനെ ഈ 4 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തി നമ്മുടെ സംസാരത്തെ, നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലിനെ വികസിപ്പിച്ചെടുക്കാൻ നമുക്ക് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.